നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് രാഹുലിനെ മാറ്റുന്നത്. രാഹുൽ നൽകിയ ജാമ്യ ഹർജി പരിഗണിച്ചില്ല. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നു. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നതടക്കമുള്ള ഗുരുതര പരാമർശമടക്കം അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതി പരാതിക്കാരിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും MLA എന്ന അധികാരം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും പരാതിക്കാരിയെ സൈബർ ആക്രമണങ്ങളിലൂടെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് വിവരിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള കേസിൽ 10 ദിവസത്തോളം ഒളിവിൽ പോയി നിയമത്തെ വെല്ലുവിളിച്ചയാളാണ് പ്രതി. നിലവിൽ പരാതിക്കാരിയുടെ ജീവന് തന്നെ രാഹുൽ ഭീഷണിയാണെന്നും അവരുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അർദ്ധരാത്രി 12:30 രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ തിരുവല്ല സ്വദേശിനിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത്. ഈ പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറുകയായിരുന്നു. പരാതിയിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 2024 ഏപ്രിൽ 24 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ബലാത്സംഗവും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് ഒരു സൂചനയും നൽകാതെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കോൾ റെക്കോർഡിങ്ങുകൾ, ശബ്ദരേഖകൾ, ചാറ്റിംഗ് റെക്കോർഡുകളടക്കം നിരവധി ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരി പോലീസിന് കൈമാറിയിരുന്നു. അതിനൊപ്പം മെഡിക്കൽ രേഖകളും കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതും ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകളുമെല്ലാം പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. അലസിപ്പോയ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവിനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുമാണ് പരാതിക്കാരി മൊഴിയിൽ പറയുന്നത്. ഈ സമയത്ത് പാലക്കാടായിരുന്ന രാഹുൽ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോകാനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ തന്നെ ആരെയും വിവരം അറിയിക്കാതെ ചുരുക്കം ചില പോലീസുകാരെ മാത്രം വെച്ചുകൊണ്ട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് രാഹുലിനെ പഴുതടച്ച് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഈ തെളിവുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയാണ്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭ കടുത്ത നടപടിക്കൊരുങ്ങുകയുമാണ്. വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. അയോഗ്യത നടപടിക്ക് നിയമോപദേശവും തേടും. തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ പ്രതികരിച്ചു. അതിനിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രതിഷേധവുമായി DYFയും യുവമോർച്ചയും പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ എത്തിയിരുന്നു. ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആശുപത്രിയിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരുന്നതെങ്കിലും പ്രതിഷേധക്കാരെ തടയാൻ പോലീസിന് സാധിച്ചില്ല. തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തിയാണ് രാഹുലിനെ ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയത്. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തിറക്കാൻ സാധിച്ചിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കുള്ള 2 കവാടങ്ങളിലും പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചത് പോലീസിനെ പ്രതിസന്ധിയിലാക്കി. ഇതിനുശേഷമാണ് രാഹുലിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്.